റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം. ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. തന്റെ പദവിക്ക് യോജിക്കാത്ത രീതിയിൽ സംസാരിക്കുകയും മെസ്സേജുകൾ അയക്കുകയും ചെയ്ത ആരോഗ്യമന്ത്രിയുടെ കസേര തെറിച്ചു. ഹെൽത്ത് മിനിസ്റ്ററായ ആൻഡ്രൂ ഗിന്നിനാണ് സ്ഥാനം നഷ്ടപ്പെട്ടത്. കൂടാതെ ഇദ്ദേഹത്തെ ലേബർ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതായി പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞു. ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്യാത്ത പ്രായമായ ആൾ അടുത്ത പൊതുതെരഞ്ഞെടുപ്പിന് മുൻപ് മരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ആൻഡ്രൂ ഗിൻഡയുടെ കമന്റ് ആണ് വലിയ വിവാദങ്ങൾക്ക് കാരണമായത്. ഇതുകൂടാതെ വംശീയ വിദ്വേഷം കലർന്ന സന്ദേശവും ഇദ്ദേഹം പോസ്റ്റ് ചെയ്തതായുള്ള വിവരങ്ങളും പുറത്തുവന്നു. 72 വയസ്സുള്ള ഒരു സ്ത്രീ പ്രാദേശിക കൌൺസിലർക്ക് തന്റെ പ്രദേശത്തെ ബിൻ ശേഖരണത്തെക്കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ട് എഴുതിയ കത്താണ് ആൻഡ്രൂ ഗിന്നിനെ പ്രകോപിപ്പിച്ചത്. ഇതുകൂടാതെ ജൂതവംശജർ ചാരസംഘടനയിലെ അംഗങ്ങൾ ആണെന്ന തരത്തിലുള്ള കമന്റുകളും ഒട്ടേറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഏഞ്ചല റെയിനെ കുറിച്ച് ലൈംഗികത നിറഞ്ഞ അഭിപ്രായങ്ങളും ലേബർ MP ഡയാൻ ആബട്ടിനെ കുറിച്ച് വംശീയ പരാമർശങ്ങളും ഗ്വിൻ പോസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുണ്ട്. പ്രധാനമന്ത്രിയും പാർട്ടിയും എടുത്ത തീരുമാനത്തെ അംഗീകരിക്കുന്നതായും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതിൽ ദുഃഖമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റാർമർ മന്ത്രിസഭയിൽ നിന്ന് കസേര നഷ്ടപ്പെടുന്ന മൂന്നാമത്തെ ആളാണ് ആൻഡ്രൂ ഗിൻ. ഇതിനു മുൻപ് ജനുവരിയിൽ ട്രഷറി മന്ത്രിയായ തുലിപ് സിദ്ദിഖിനും കഴിഞ്ഞ നവംബറിൽ ഗതാഗത സെക്രട്ടറിയായ ലൂയിസ് ഹൈഗിനും സ്ഥാനം നഷ്ടപ്പെട്ടിരുന്നു. ഹാരി രാജകുമാരനെ നാടുകടത്തിലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹാരിക്കെതിരായ വിസ കേസ് കുത്തിപ്പൊക്കാൻ തനിക്ക് ഒരു ഉദ്ദേശവുമില്ലെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. ഭാര്യ മേഗൻ മാർക്കിളുമായി ഹാരിക്ക് ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടു. നേരത്തെ ലഹരി ഉപയോഗം സംബന്ധിച്ച് ഹാരി വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന് US വിസ ലഭിക്കാനുള്ള യോഗ്യത സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനിടെ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ഹാരിയുടെ വിസ വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഹോംലാൻഡ് സെക്യൂരിറ്റിക്കെതിരെ കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തു. എന്നാൽ ഹാരിയുടെ വിസ വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കാനായിരുന്നു കോടതിയുടെ ഉത്തരവ്. USലെ വിസ നിയമം അനുസരിച്ച് ലഹരി ഉപയോഗം സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ വിസ ലഭിക്കുന്നതിനുള്ള തടസ്സമാണ്. ഇതിനിടെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഹാരി വെളിപ്പെടുത്തൽ നടത്തിയിട്ടും എങ്ങനെ അദ്ദേഹത്തിന് വിസ ലഭിച്ചുവെന്നാണ് ചിലർ ചോദ്യം ഉന്നയിക്കുന്നതും. വിസ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ UK യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഇന്ത്യക്കാരുടെ അടക്കം വിദേശ വിദ്യാർത്ഥികളുടെ ഒഴുക്ക് കുറഞ്ഞു. ഇത് UK യൂണിവേഴ്സിറ്റികൾക്ക് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് സമ്മാനിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് വിസ നിയന്ത്രണങ്ങളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ ഇന്ത്യയിൽ ക്യാമ്പസുകൾ ആരംഭിക്കാൻ UK യൂണിവേഴ്സിറ്റികൾ തയ്യാറെടുക്കുന്നത്. സ്വദേശത്ത് സ്ഥിതി മോശമാകുന്നതോടെയാണ് ഇന്ത്യയിൽ UK യൂണിവേഴ്സിറ്റികൾ ഭാഗ്യപരീക്ഷണത്തിന് ഇറങ്ങുന്നത്. 40 മില്യൺ വിദ്യാർത്ഥികളുള്ള വിപണിയിൽ നിന്നും സ്വർണം വാരാമെന്നാണ് UK യൂണിവേഴ്സിറ്റികളുടെ മോഹവും. ഡൽഹിയുടെ സാറ്റലൈറ്റ് നഗരമായ ഗുഡ്ഗാവിൽ ക്യാമ്പസ് തുടങ്ങുന്നതായി സൗത്താംപ്ടൺ യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ തങ്ങളുടെ ആദ്യ ക്യാമ്പസിലേക്ക് അധികൃതർ വിദ്യാർത്ഥികളെ ചേർക്കാനും തുടങ്ങിയിട്ടുണ്ട്. ന്യൂകാസിൽ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ഇന്ത്യയിൽ ആരംഭിക്കേണ്ടത് പ്രധാനമാണ് എന്നാണ് വൈസ് ചാൻസലർ പ്രൊഫസർ ക്രിസ് ഡേ ബ്രിട്ടീഷ് കൌൺസിൽ ഇവന്റിൽ പറഞ്ഞത്. ഷറൈ കവൻട്രി ഉൾപ്പെടെ മറ്റു പല ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികളും ഈ വഴിക്ക് നീങ്ങുകയാണ്. 2022-23 വർഷത്തിൽ 1,25,000-ലേറെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ UKയിൽ പഠിക്കാനെത്തിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ വിസ നിയന്ത്രണങ്ങൾ വന്നതും അന്താരാഷ്ട്ര മത്സരം കടുത്തതും അനിശ്ചിതാവസ്ഥ സമ്മാനിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യയിലേക്ക് ചുവടുവെച്ചുകൊണ്ട് പണം വാരാൻ UK യൂണിവേഴ്സിറ്റികൾ തയ്യാറെടുക്കുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. 2026 നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ നിലപാട് വ്യക്തമാക്കി നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകം രംഗത്തെത്തി. TVKയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിജയ് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വിജയുടെ നേതൃത്വം അംഗീകരിക്കുന്നവരുമായി മാത്രമേ TVK സഖ്യത്തിനുള്ളൂ എന്നും അവർ വ്യക്തമാക്കുന്നു. 2026 TVK ഉൾപ്പെട്ട സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിജയ് ആയിരിക്കുമെന്നും ഇത് അംഗീകരിക്കുന്നവരുമായി മാത്രമാകും സഖ്യ ചർച്ചയെന്നുമാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും സഖ്യ ചർച്ചകൾ നടന്നിട്ടില്ല എന്നും TVK വിവരിക്കുന്നു. 2026 തിരഞ്ഞെടുപ്പിൽ MK സ്റ്റാലിന്റെ DMKയെ നേരിടാൻ അണ്ണാ DMK TVK സഖ്യത്തിന് സാധ്യത എന്ന പ്രചാരണം ശക്തമായതോടെയാണ് ഈ വിശദീകരണവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. പെൻഷനിലും ശമ്പള വിതരണത്തിനുമുള്ള സർക്കാർ സഹായമായ 1000 കോടി രൂപയെക്കുറിച്ചും ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ പരാമർശമില്ലാത്തതിൽ KSRTCയുടെ ആശങ്ക. പെൻഷൻ ബാധ്യത സർക്കാർ ഏറ്റെടുത്തിട്ടില്ലെങ്കിലും സ്ഥാപനത്തിന് അനുവദിക്കുന്ന സാമ്പത്തിക സഹായത്തിൽ നിന്നാണ് നൽകുന്നത്. പെൻഷന് മാത്രം മാസം 80 കോടി രൂപ വേണം. 1000 കോടി രൂപയുടെ സഹായധനം പ്രഖ്യാപിക്കുകയും മാസം തോറും ഗഡുക്കളായി കൈമാറുകയുമാണ് പതിവ്. തികയാതെ വരുമ്പോൾ വായ്പയായി അധിക തുക അനുവദിക്കും. അക്കാര്യവും ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടില്ല. പുതിയ ബസ്സുകൾ വാങ്ങാൻ 107 കോടി രൂപയും നവീകരണത്തിനും ഗവേണൻസിനുമായി 50.7 കോടി രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത്. ഇവ മറ്റൊന്നിനും ഉപയോഗിക്കാനാകില്ല. സ്ഥാപനത്തിന്റെ പുനരുദ്ധാരണത്തിന് നൽകുന്ന തുകയിൽ നിന്നും പെൻഷനും ശമ്പളവും നൽകുന്നതിനെ ധനവകുപ്പും എതിർക്കുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനത്തിന് ഇത്തരം സഹായം തുടരാൻ കഴിയില്ലെന്നും പുതിയ ബസ്സുകൾ നിരത്തിലിറക്കി വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തമാകാനാണ് ധനവകുപ്പ് നിർദ്ദേശിക്കുന്നത്. സംസ്ഥാനത്ത് 78 മദ്യവിൽപ്പനശാലകൾ കൂടി തുറക്കും. നിലവിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 300 ഷോപ്പുകൾക്ക് പുറമെയാണിത്. പൊതുജന പ്രക്ഷോഭവും മറ്റും മൂലം UDF സർക്കാരിന്റെ കാലത്ത് പൂട്ടിയ ഷോപ്പുകളാണ് വീണ്ടും തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മദ്യവിൽപ്പനശാലകൾക്ക് കെട്ടിടം വാടകയ്ക്ക് കിട്ടാൻ പ്രയാസം നേരിട്ടതിനെ തുടർന്ന് സർക്കാർ പ്രത്യേക ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചിരുന്നു.
കെട്ടിടം വാടകയ്ക്ക് നൽകാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി 562 പേർ ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു. ഈ കെട്ടിടങ്ങൾ പരിശോധിച്ചാണ് ആദ്യഘട്ടത്തിൽ 78 ഷോപ്പുകൾ തുറക്കുന്നത്. ഇതിൽ 68 ഷോപ്പുകൾ ബിവറേജസ് കോർപ്പറേഷനും 10 കൺസ്യൂമർ ഫെഡിനുമാണ് നൽകുന്നത്. വില കൂടിയ മദ്യം വിൽക്കുന്ന 14 സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റുകൾ 4 ഉടൻ ആരംഭിക്കും. ഇതിനെല്ലാം പുറമെ 175 ഷോപ്പുകൾ കൂടി തുടങ്ങാനും സർക്കാരിന് പദ്ധതിയുണ്ട്. ഇനി സ്പോർട്സ് വാർത്തകൾ. ലൂക്കാസിന് പരിക്കേറ്റതായും അടുത്ത 15 മുതൽ 20 ദിവസത്തേക്ക് അദ്ദേഹം പുറത്തിരിക്കുമെന്നും റയൽ മാഡ്രിഡ് ക്ലബ് സ്ഥിരീകരിച്ചു. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരായ ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫിന്റെ 2 പാദങ്ങൾ ഉൾപ്പെടെയുള്ള നിർണായക മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് വിട്ടുനിൽക്കേണ്ടി വരും. ഡാനി കാർവാഹൽ, എഡർ മിലിറ്റാവോ, ആന്റോണിയോ റൂഡിഗർ, ഡേവിഡ് അലബ എന്നിവർ ഇതിനകം പരിക്കേറ്റതിനാൽ വാസ്കസിന്റെ അഭാവം റയൽ മാഡ്രിഡിന്റെ പ്രതിരോധ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. FA കപ്പ് 4ാം റൗണ്ടിൽ കരുത്തരായ ലിവർപൂളിനെ തകർത്ത് പ്ലൈമൌത്ത്. സ്വന്തം തട്ടകമായ ഹോം പാർക്കിൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് പ്ലൈമൌത്ത് ലിവർപൂളിനെ കീഴടക്കിയത്. ഇതോടെ ചെൽസിക്കും ആഴ്സണലിനും പിന്നാലെ ലിവർപൂളും FA കപ്പിൽ നിന്ന് പുറത്തായി. 53ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ റയാൻ ഹാർഡിയാണ് പ്ലൈമൌത്തിന്റെ വിജയ ഗോൾ നേടിയത്. ബോക്സിൽ പന്ത് ഏലിയറ്റ് കൈകൊണ്ട് തൊട്ടതിനാലാണ് പെനാൽറ്റി ലഭിച്ചത്. മുഹമ്മദ് സലാഹ്, വെർജിൽ വാൻഡക്, അലക്സാണ്ടർ അർണോൾഡ് ഉൾപ്പെടെ കഴിഞ്ഞ മത്സരം കളിച്ച 10 പ്രധാന താരങ്ങളെ മത്സരിപ്പിക്കാതെയാണ് അർനെ സ്ലോട്ടിവിനെ ഇറക്കിയത്. ലൂയിസ് ഡയസ്, ഡിയോഗോ ജോട്ട, ഫെഡറിക്കോ കിയേസ എന്നിവർ അണിനിരന്നിട്ടും പ്ലൈമൌത്തിന്റെ പ്രതിരോധ നിരയെ മറികടക്കാൻ ആയില്ല. ഇനി പൗണ്ട് വിനിമയ നിരക്ക്. 108.60 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.